ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റിലും സെക്കൻഡിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 3 ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അത് വന്ന ഭാഗങ്ങളുമാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഏതാണ്? ഓപ്ഷൻ ബി സെല്ലുലേഴ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഉത്പാദനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കാണ് PETE അഥവാ പെറ്റ്. പോളി എത്തിലിൻ ടെറിത്താലേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചക്രമണ ചിഹ്നം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് കേട്ടോ, ഈ ഒന്നെന്ന് എഴുതിയതാണ് നമുക്ക് ഇങ്ങനത്തെ PETE പ്ലാസ്റ്റിക്കുകളെ വീണ്ടും പുനഃചക്രമണം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചിഹ്നമെന്ന് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും പിന്നെ അതിൻ്റെ SCERT ഭാഗങ്ങളും നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. എന്നാൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ നൂൽത്തരമാണ് നൈലോണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന് എന്താണ് പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ. തെർമോപ്ലാസ്റ്റിക് എന്നാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് PVC, നൈലോണ്, പോളിത്തീൻ ആണ് കേട്ടോ. PVC, നൈലോണ്, പോളിത്തീൻ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ എന്താവും? അത് സ്ഥിരമായിട്ട് അങ്ങോട്ട് ദൃഢമായി പോവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് പോളിസ്റ്റർ ബേക്കലൈറ്റ്. പോളിസ്റ്ററും ബേക്കലൈറ്റും എന്തിനു ഉദാഹരണമാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായിട്ടുള്ള വിഷവാതകം മുന്നേ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഏതാണ്? ഡയോക്സിനാണ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായിട്ടുള്ള വിഷവാതകമാണ് ഡയോക്സിൻ. അത് ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകമാണ് ഡയോക്സിൻ. എന്നാൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വേറെ രണ്ട് വിഷവാതകങ്ങളും കൂടിയുണ്ട്. ഡൈക്ലോറിനും ക്ലോറാലുമാണ് കേട്ടോ. ഡൈക്ലോറിനും ക്ലോറാലുമാണ് ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ഡയോക്സിൻ്റെ കൂടെ പുറത്തു വരുന്ന വിഷവാതകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഡയോക്സിനാണ് ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകം. ഒരു ലോഹത്തിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് നോറൽ എന്ന് പറയുന്നത് കേട്ടോ. ലോഹത്തിൻ്റെ ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക് ഏതാണ്? നോറലാണ്. നോറൽ. പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? ക്ലോറോഫോം ആണ്. പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? ക്ലോറോഫോം. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ ആണ്. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ ആണ്. സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെയാണ്? പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീവ് ആസിഡ് മുതലായവയാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത് ചോദിച്ചിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ് ഏതാണ്? പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീവ് ആസിഡ് ആണ് കേട്ടോ. നമുക്കറിയാം സോപ്പുകളുടെ എന്താണ് ഗുണനിലവാരം അളക്കുന്ന യൂണിറ്റാണ് എന്ത് എന്ന് പറയുന്നത്? TFM എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഒന്നാം തരം സോപ്പിൻ്റെ TFM എത്രയാണ്? 76% ആണ്. രണ്ടാം തരമാണെങ്കിൽ 70 മുതൽ 75%, മൂന്നാം തരമാണെങ്കിൽ 60 മുതൽ 69% വരെയാണ് സോപ്പുകളുടെ TFM എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബർ ഏതാണ്? അത് ഐസോപ്രീൻ ആണ്. പ്രകൃതിദത്തമായിട്ടുള്ള സ്വാഭാവിക റബ്ബർ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഐസോപ്രീൻ ആണ്. കൃത്രിമ റബ്ബറാണ് നിയോപ്രീന്. സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീന്. കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രീൻ ആണ്. റബ്ബറിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വാൾക്കനൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. റബ്ബർ ലയിക്കുന്ന ലൈനി ഏതാണ്? ബെൻസീനാണ്. ബെൻസീൻ. ഈ വാൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഗുഡിയർ ആണ് കേട്ടോ. ചാൾസ് ഗുഡിയർ ആണ് വാൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ റബ്ബർ ലയിക്കുന്ന ലൈനി ഏതാണ്? ബെൻസീനാണ്. ബെൻസീൻ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽ തരം ഏതാണ്? റയോൺ ആണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? റയോൺ. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്ലാസ് ആണ്. ഗ്ലാസ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്ലാസ് ആണ്. ഗ്ലാസിൻ്റെ കാഠിന്യം കൂട്ടുവാനായി ഉപയോഗിക്കുന്ന പദാർത്ഥത്തെ എന്ത് പറയുന്നു? ബൊറാക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലാസിൻ്റെ കാഠിന്യം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബൊറാക്സ് എന്ന് പറയുന്നത്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്?
ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഗ്ലാസ്സിലേക്കുന്നത് ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഇനി നമുക്കതിൻ്റെ SCERT ഭാഗങ്ങൾ SCERT ഭാഗങ്ങളൂടെ നോക്കാം കേട്ടോ. ജീവൻ്റെ ഉൽപ്പത്തിയും പോളിമറിലൂടെ. ഇത് നമ്മുടെ 2016 എഡിഷനാണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒരു ചാപ്റ്ററാണ് കേട്ടോ. 17ാമത്തെ ചാപ്റ്ററാണിത്. 2016 എഡിഷൻ SCERTയിലെ 8th ബേസിക് സയൻസിലെ 17ാമത്തെ ചാപ്റ്ററാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലുണ്ട് ഈ പോളിമറൊക്കെ കൊടുത്തിട്ടുണ്ട്. ജീവൻ്റെ ഉൽപ്പത്തിയും പോളിമറിലൂടെ. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച കാലത്ത് തന്നെ പോളിമറുകളും രൂപം കൊണ്ടിരുന്നു. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടീനുകളാണ് ജീവന് അടിത്തറയായത്. ജീവജാലങ്ങളിൽ കാണുന്ന പ്രോട്ടീനുകൾ DNA, അന്നജം, സെല്ലുലോസ് എന്നിവയൊക്കെ പോളിമർ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയെ ബയോ പോളിമറുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവയും പാഠത്തിൻ്റെ തുടക്കത്തിൽ പ്രതിപാദിച്ച പോളിമറുകളും പ്രകൃതിദത്ത പോളിമറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? അന്നജവും സെല്ലുലോസും എന്താണ്? DNA, പ്രോട്ടീനുകളൊക്കെ എന്താണ്? പ്രകൃതിദത്ത പോളിമറുകളാണ്. ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എന്നിവ ഓർഗാനിക് പോളിമർ വിഭാഗത്തിൽ പെടുന്നു. ഇവ എങ്ങനെ വിളിക്കുന്നു? സിന്തറ്റിക് പോളിമറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിന്തറ്റിക് പോളിമറുകൾ ഏതൊക്കെയാണ്? നൈലോണ്, റയോണ്, പോളിത്തീന്, PVC. ഒരു പോയിന്റും കൂടെ നോക്കാം നമുക്ക്. ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന നൈലോൺ, ടെറിലീൻ മുതലായ കൃത്രിമ നാരുകൾ ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. ഇന്ന് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നൈലോണ്, ടെറിലീൻ മുതലായിട്ടുള്ള കൃത്രിമ നാരുകൾ എന്താണ്? ഫൈബർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നൈലോണും റയോണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് ഏത് എന്ന് പറയുന്നത്? നൈലോൺ എന്ന് പറയുന്നത്. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോണിന് ആ പേര് ലഭിച്ചത്. ഈ നഗരങ്ങളിലാണ് നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ടത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത്. പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള റയോൺ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച് വരുന്നു. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. 1856 അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാർക്കിസീൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വസ്തു ഏതാണ്? പാർക്കിസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദാർത്ഥമാണ്. 1909 ലിയോ ബേക്കലൈറ്റ് എന്ന ബെൽജിയം ശാസ്ത്രജ്ഞനാണ് നിർമ്മിച്ച ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറുകൾ ഏതാണ്? റബ്ബറാണ്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ഏതാണ്? റബ്ബറാണ്. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾക്കുണ്ടായിട്ടുള്ള ചേർന്നിട്ടുള്ള പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീനാണ്. റബ്ബറിൻ്റെ സ്വഭാവങ്ങൾ ഉള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇവ കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നു. നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ ഈ കൂട്ടത്തിൽ പെടുന്നവയാണ്. ഏതൊക്കെയാണ്? നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നു? കൃത്രിമ റബ്ബറിൻ്റെ സ്വഭാവമുള്ള കൃത്രിമ പോളിമറുകളാണ് നിയോപ്രീന്, തയോക്കോള്, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ. ഇതിൽ കണ്ടോ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതൊക്കെയാണ്? പോളിത്തീനും പോളിവീനൈൽ ക്ലോറൈഡ് അതായത് PVCയും. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതൊക്കെയാണ്? പോളിത്തീന്, PVC. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എന്തൊക്കെയാണ് ഉദാഹരണം? ബേക്കലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻ. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്. 4R ശീലിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും 4R ശീലിക്കണം. എന്തൊക്കെയാണ് 4R? റെഡ്യൂസ്, റീയൂസ്, റിഫ്യൂസ്, റീസൈക്കിള്. ഉപയോഗം കുറയ്ക്കുക, ഉപയോഗിച്ചവ തന്നെ വീണ്ടും ഉപയോഗിക്കുക, നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക, പുനഃചക്രമണം ചെയ്യുക എന്നിവയാണ് ഈ 4R കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ ആണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻⁶ മീറ്റർ ആണ് കേട്ടോ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എത്രയാണ്?
10⁻⁻6 മീറ്ററാണ്. ഈ 40 മൈക്രോണിൽ താഴെയുള്ള കനമുള്ള പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോകുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇവിടെയും വലിച്ചെറിയുന്നത് കൊണ്ട് അതിൻ്റെ ഉപയോഗം പലയിടത്തും കുറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാ കിടക്കുന്നു പുനഃചക്രമണ ചിഹ്നങ്ങൾ. കണ്ടോ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് അവ ഏതു തരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്കായി വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് പുനഃചക്രമണ ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളെയാണ് ചിഹ്നങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, PET എന്താണ്? പോളിയെത്തിൻ ടെറിത്താലേറ്റ്. അതിനേതാണ്? ഒന്നാണ്. അടുത്തത് സാന്ദ്രത കൂടിയ പോളിയെത്തിലീൻ HDPE 2. അടുത്തത് പോളിവീനൈൽ ക്ലോറൈഡിന് 3 പോളിവീനൈൽ ക്ലോറൈഡിന് ഏതാണ്? 3. സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീൻ എന്താണ്? 4. ഇതുണ്ടോ, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ്? 4. അടുത്തതാണ് പോളിപ്രൊപ്പിലീൻ 5. പോളിസ്റ്ററിന് ഏതാണ്? 6. മറ്റുള്ളവയ്ക്കാണെങ്കിൽ 7. അപ്പം വേറെ എന്തെങ്കിലും ഇതിലൊന്നും പെടാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് തരുന്നതെങ്കിൽ അത് ഏതിൽ പെടും? 7 പെടുക. ഇതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. എവിടെ നിന്നൊക്കെയാണല്ലേ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേ ചാപ്റ്ററിൽ തന്നെ ബയോളജിയിൽ വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കണ്ടേ. ഇനി അഥവാ എങ്ങനെയും നമ്മുടെ ഓപ്ഷനിൽ ഒരു വിത്ത് കോശം വന്നിട്ടുണ്ട്. മുന്നേയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിത്ത് കോശങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇനി എങ്ങനെ വന്നാലോ. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏതാണ്? വിത്ത് കോശങ്ങളാണ്. ഇവ വേറെ ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. വിത്ത് കോശങ്ങൾ അഥവാ മൂലകോശങ്ങൾ. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചേക്കണേ. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപഥം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്? വിത്ത് കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ജന്തുകലകൾ, അതും കൂടി ഇന്ന് നോക്കാം. എങ്ങാനും വന്നാലോ. ആവരണകല ജന്തുകലകളിലെയാണ്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ആവരണകലയ്ക്ക് എന്തൊക്കെയാണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്, അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു, സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയാണ് ഈ ആവരണ കലയുടെ ധർമ്മങ്ങളായിട്ട് പറയുന്നത്. ഇനി എന്താണ് നാഡീകല? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ പ്രതികരിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏതാണ്? നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? നാഡീകലയാണ്. ഇനി പേശീകല. എന്താണ് പേശീകല? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? പേശീകലയിലാണ്. നമ്മുടെ ശരീരചലനം സാധ്യമാക്കുന്നത് ഏതാണ്? പേശീകലയാണ്. പേശീകലയും നാഡീകലയും നമ്മുടെ ശരീരചലനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് യോജക കല. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മറ്റ് കലകളെ പരസ്പരം ബന്ധിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ എന്താണ്? വിവിധ യോജക കലയാണ്. അപ്പോൾ രക്തം എന്ന് പറയുന്നത് എന്താണ്? യോജക കലയ്ക്ക് ഉദാഹരണമാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട്. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രക്തം എന്താണ്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായിട്ടുള്ള ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ഇവിടെ യോജക കലേൻ്റെ ഒരു ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? ടെൻഡനുകളാണ്. പേശികളെ
അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? ടെൻഡനുകൾ. ഓർത്തിരിക്കുക, ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ. അപ്പോൾ അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അസ്ഥി പ്ലസ് അസ്ഥി എന്താണ്? സ്നായുക്കൾ. സ്നായുക്കൾ, അത് രണ്ടും ഓർത്തിരിക്കണേ, മറന്നു പോകരുത്. സ്നായുക്കൾ. അസ്ഥികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ടെൻഡനുകൾ. രണ്ട് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അതെന്താണ്? സ്നായുക്കളാണ്. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിൽക്കുന്നത് എന്താണ്? നാരുകലയാണ്. അതായത് അവരെയൊക്കെ കണ്ണുകളെയും വൃക്കകളെയൊക്കെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത്. യോജക കലകളായ അസ്ഥികലയും ഒരു തരുണാസ്ഥി കലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. യോജക കലകളായിട്ടുള്ള അസ്ഥികലയും തരുണാസ്ഥി കലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകി നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നതാണ് കേട്ടോ. ദ്രാവക കലയായിട്ടുള്ള രക്തവും എന്ത് തന്നെയാണ്? യോജക കലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? യോജക കലകളാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഒരുപാട് വൈവിധ്യമാർന്നതുമായ കല ഏതാണ്? യോജക കലയാണ്. ഇനി നമുക്ക് സസ്യകലകളെയും കൂടെ നോക്കിയിട്ട് പോവാം. 3 എണ്ണമാണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിൽ പാരൻകൈമ എന്തൊക്കെയാണ്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. ഏറ്റവും ലഘുവായിട്ടുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻകൈമ. മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് പാരൻകൈമ കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും എന്ത് സഹായിക്കുന്നു? പാരൻകൈമ സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് ഏതാണ്? പാരൻകൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻകൈമ എന്ന് പറയുന്നത് കേട്ടോ. കോളൻകൈമ എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതിന് എന്ത് പറയുന്നു? കോളൻകൈമ എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ധർമ്മം? സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ഏതാണ്? കോളൻകൈമയാണ്. സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. അടുത്തതാണ് സ്ക്ലീറൻകൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും എന്താണ്? ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണെങ്കിൽ അതെന്താണ്? സ്ക്ലീറൻകൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ഏതാണ്? കോളൻകൈമയാണ്. അപ്പോൾ ഇത് മൂന്നും നോക്കിയിട്ട് പോവാട്ടോ. ഇനി നമുക്ക് രണ്ട് സംവഹന കലകളും കൂടിയുണ്ട് നമ്മളുടെ സസ്യങ്ങളിൽ. ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവുമാണ്. ഈ സംവഹന കലകളെ വേറൊരു രീതിയിലും പറയപ്പെടുന്നുണ്ട് കേട്ടോ. സങ്കീർണ കലകൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സംവഹന കലകൾ തന്നെയാണ് കേട്ടോ. സസ്യങ്ങളിൽ നിന്ന് വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് എന്ത് പറയുന്നത്? സംവഹന കലകൾ അഥവാ സങ്കീർണ കലകൾ എന്ന് പറയുന്നത്. പലതരം കോശങ്ങൾ ചേർന്നതുകൊണ്ടാണ് ഇവയെ സങ്കീർണ കലകൾ എന്ന് അറിയപ്പെടുന്നത്. 2 തരം സങ്കീർണ കലകളാണുള്ളത്. ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. സൈലം എന്താണ്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. വല്ല കുഴല് പോലെ അല്ലേ? കുഴല് പോലെ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നത് ഏതായിരിക്കും? സൈലമായിരിക്കും. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുക എന്നതാണ് സൈലത്തിൻ്റെ ധർമ്മം. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നതാണ് സൈലം ചെയ്യുന്നത്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് സസ്യങ്ങൾക്ക് താങ്ങും ബലവും സൈലം നൽകുന്നുണ്ട്. ഫ്ലോയം എന്താണ്? കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. കുഴലുകളായിട്ട് രൂപപ്പെട്ടിട്ടുള്ള പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ വേരിൽ നിന്നുള്ള ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ ഈ സൈലും ഫ്ലോയും ഒന്ന് നോക്കിയിരിക്കുക.
അടുത്തതാണ് ഒരു ബോക്സ് കണ്ടതാണ് പ്ലാസ്മയും മറ്റവസ്ഥകളും. പ്ലാസ്മകളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിങ്ങ് എടുത്തത്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നുണ്ട്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ചോദിക്കാറുണ്ട് കേട്ടോ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് 4ാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മ എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥ എന്താണ് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് പറയുന്നത്. 6ാമത്തെ അവസ്ഥയെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. 5ാമത്തെ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 6ാമത്തെ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥ ഏതാണ്? സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ പ്ലാസ്മയെക്കുറിച്ചും നമ്മൾ നോക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ലൂ ആണ് അല്ലേ. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമുദ്രത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ എക്സാമിന് മുന്നേ നമ്മൾ കവർ ചെയ്ത് പോയതാണ് കേട്ടോ. ഇത് കണ്ടോ, 27-ാം തീയതി നമ്മളിത് കവർ ചെയ്ത് 28-ാം തീയതി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും കൂടെ നോക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്നതാണ് പ്രാദേശിക വാതകങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശിക വാതകങ്ങളിൽ ഏറെയും എന്താണ്? കാലികമാണ്. അതായത് എന്താണ്? എപ്പോഴും വരില്ല, ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഈ ഒരു പ്രാദേശിക വാതകങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലേ. നോക്കാം ഏതൊക്കെയാണെന്ന്. ലൂ ഏതാണ്? വീശുന്നത് ഉത്തരേന്ത്യൻ സമതലമാണ്. എന്താണ് സവിശേഷത? ഉഷ്ണക്കാറ്റാണ്. ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. വീശുന്ന പ്രദേശം എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിലാണ്. അടുത്തതാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിനെ മഞ്ഞ് തീനി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. മഞ്ഞ് തീനി എന്നൊക്കെ പറയാറുണ്ട്. അടുത്തതാണ് യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റായിട്ടുള്ള ഫൊൻ ചോദിക്കാറുണ്ട്. യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫൊന്നാണ്. അതുപോലെ തന്നെയാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കൊടും ചൂടിന് ശമനമേകുന്ന കാറ്റാണ് എന്ന് പറയുന്നത്? കാറ്റ് നേരിയ മഴയും ഉണ്ടാവും. അതാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത് കേട്ടോ. ഹർമാറ്റൻ ആഫ്രിക്ക സഹാറ മരുഭൂമിയിലാണ് അത് വീശുന്നത്. ഹർമാറ്റൻ. അപ്പോൾ ഈ 4 പ്രാദേശിക വാതകങ്ങളും കൂടെ ഒന്നും കൂടെ നോക്കിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് അടുത്ത സ്റ്റേജിലും വരണമെന്നൊന്നുമില്ല കേട്ടോ. 3rd ഉം 4th ഉം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപോലെ കണ്ടത് ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാനത് പറയുന്നുണ്ട്. കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിലപ്പോൾ 3rd ഉം 4th ഉം പ്രതീക്ഷിക്കാം. അതല്ലാണ്ട് ചോദിക്കുന്നതൊന്നും നമുക്ക് ചിലപ്പോൾ അടുത്ത സ്റ്റേജിൽ 3rd ഉം 4th ഉം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. ഇനി അതാ ചോദിച്ചാൽ ഞാൻ കൊടുങ്ങും. അപ്പോൾ അത് വേണ്ട. ഞാൻ എൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ കേരള മന്ത്രിസഭാ വകുപ്പുകൾ കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടന, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഭരണഘടനയിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ, അതുപോലെ അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെന്താണ്? മൗലിക കടമകൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ നോക്കണം. പിന്നെ നമ്മുടെ മൗലിക കടമകളിലുള്ള മൗലിക അവകാശങ്ങളിലുള്ള മറ്റേ സ്വാതന്ത്ര്യ സമത്വം അതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആർട്ടിക്കിൾ അടക്കം നോക്കുക. പിന്നെ അതുപോലെ തന്നെ നവോത്ഥാനത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നവോത്ഥാനം നല്ല കംപ്ലീറ്റ് ആയിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നവോത്ഥാനത്തിൽ നിന്നെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ നവോത്ഥാനം ക്ലാസ് ഇടുന്നില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയൊരു നമ്മുടെ +1 തന്നെ +2 തന്നെ
ഒരു ചരിത്രത്തിൻ്റെ ഒരു നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി. അത് ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഞാനത് ക്ലാസ് എടുത്തിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം, എൻ്റെ സമയം പോവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കുറച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. നമ്മുടെ വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ കുറിച്യർ കലാപം, അതെല്ലാം അതിൽ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ SCERT പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ആ ഒരു ഇത് പഠിക്കുന്നത്, ആ ഒരു ഒറ്റ ചാപ്റ്റർ പഠിക്കുന്നത്. ഒരുപാടുണ്ട് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ അയ്യങ്കാളി ചോദിച്ചിട്ടുണ്ട്, വാഗ്ഭടാനന്ദൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, അവരുടെ കൃതികൾ നോക്കുക. എല്ലാ ഭാഗത്തുനിന്നും ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറും ചെക്ക് ചെയ്തപ്പോൾ പ്രിലിംസിൽ നിന്നുള്ള നമ്മുടെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ഏകദേശം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കലാസാഹിത്യം വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് കായികപരമായിട്ട് വന്നിട്ടുണ്ട്, കറണ്ട് അഫെയർ വന്നിട്ടുണ്ട്, നവോത്ഥാനം വന്നിട്ടുണ്ട്, പിന്നെ ജോഗ്രഫി വന്നിട്ടുണ്ട്. കുറച്ച് ഡീപ്പാണെങ്കിലും എല്ലാതും എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ചിലപ്പോൾ ഈ കായികം അതുപോലെ തന്നെ സാഹിത്യം അതൊന്നും കണ്ടോളണമെന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഓരോ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നേ ഉള്ളൂ. എനിക്ക് 3rd ആണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ 11 വരെ എങ്ങാണ്ടാണ് എനിക്ക് എക്സാം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനും പോയിട്ട് എഴുതട്ടെ, വന്നിട്ട് പറയാം കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞൊരു മെയിൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുക കേട്ടോ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം കളയേണ്ട, ഒരുപാട് ഇങ്ങനെ ഓരോ എക്സാം കഴിയുന്തോറും ഒരുപാട് സമയം കഴിയുന്ന പല ആളുകളുടെ അഭിപ്രായം കേൾക്കുന്തോറും നമുക്ക് മനസ്സിലേക്ക് മടുപ്പ് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ VFA വരുന്നുണ്ട്, അത് എഴുതാം. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ അതും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് പോയി, ഇപ്പോൾ എന്താണ് മേരി പോയ റോസിന്ന് അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ പോയ ഒരാളെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്താണ് ഇവിടെ എന്തെങ്കിലും തെറ്റ്, എന്താണോ നമ്മൾ ഈ ഒരു എക്സാം എഴുതിയപ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റിവിഷനാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന ഭാഗമാണോ ശ്രദ്ധിക്കാത്തത്. ഇപ്പോൾ PSCയുടെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ അതാണ് പഠിക്കാത്തത്. അപ്പോൾ അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഏത് ഭാഗമാണോ നന്നായിട്ട് കവർ ചെയ്യേണ്ടത് ആ ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക. VFAക്കൊക്കെ സഹായിക്കാൻ ഞാനും ഉണ്ടാവും. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ടാറ്റാ.